ഹലോ. മാർച്ച് 17 ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു പച്ചപ്പ് നമ്മൾ കണ്ടു അല്ലേ? പക്ഷേ അതിലങ്ങ് മതിമറക്കണ്ട. കാരണം ഒറ്റനോട്ടത്തിൽ കാണുന്ന പോലെയല്ല കാര്യങ്ങൾ. മാർക്കറ്റ് ഇപ്പം തരുന്ന സിഗ്നലുകൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പോ നമ്മളിപ്പോ കാണുന്നത് ഒരു കിടിലൻ റാലിയുടെ തുടക്കമാണോ, അതോ നമ്മളെയൊക്കെ കുടുക്കാൻ വെച്ചൊരു കെണിയാണോ? കണ്ടാ തോന്നുന്നത് മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുകയാണെന്നാണ്. പക്ഷെ അതിനടിയിൽ ബുള്ളുകളും ബേറുകളും തമ്മിൽ ഒരുഗ്രൻ വടംവലി നടക്കുന്നുണ്ട്. ആരാണ് ഈ വടംവലിയിൽ ജയിക്കുക എന്നൊരു പിടിയുമില്ല. അപ്പോ ഈ ഒരു പിരിമുറുക്കമാണ് നമ്മളിന്ന് അഴിച്ചു പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ചോദ്യം ഇതാണ്: ഇത് പെട്ടെന്ന് പണം വാരാനുള്ള ഒരു അവസരമാണോ, അതോ ദീർഘകാലത്തേക്ക് നോക്കുന്നവർക്കുള്ളൊരു അപകട മുന്നറിയിപ്പാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് രണ്ടു തരം ആൾക്കാരുടെ ഷൂസിൽ കയറി നിൽക്കണം. ഒന്ന്, മാസങ്ങളും വർഷങ്ങളും മുന്നോട്ടു നോക്കുന്നൊരു ഇൻവെസ്റ്റർ. രണ്ട്, അടുത്ത മണിക്കൂറുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു ട്രേഡർ. ഇവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. നമുക്കാദ്യം ആ വലിയ ചിത്രം, അതായത് ഇൻവെസ്റ്ററുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ലോങ് ടേം വ്യൂയിലേക്ക് കടക്കാം. ഒരു ഇൻവെസ്റ്ററുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചാർട്ടുകളിൽ ചില ചുവന്ന കൊടികൾ പാറിക്കളിക്കുന്നുണ്ട്. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് സാരം. ഇവിടെ നോക്കൂ, കോവിഡ് ക്രാഷിന് ശേഷം മാർക്കറ്റിനെ താങ്ങി നിർത്തിയിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇത് വെറുമൊരു വരയല്ല, വർഷങ്ങളായി നിഫ്റ്റിയുടെ നട്ടെല്ലായിരുന്നു. ആ നട്ടെല്ല് ഇപ്പോ ഒടിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. ഒരു പ്രമുഖ അനലിസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറയുന്നത്, ഈ ഒരു ബ്രേക്ക് കണ്ടിട്ട് നിഫ്റ്റി വാങ്ങാൻ എനിക്ക് ഒരു താൽപ്പര്യവുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിലും ഭീകരമായൊരു വീഴ്ചയിലേക്കാണ് പോകുന്നത് എന്നാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ഈ പേടിക്ക് കാരണം ചാർട്ടുകൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, AI കാരണം IT സെക്ടറിലെ ജോലി നഷ്ടങ്ങൾ. രണ്ട്, ഈ തൊഴിലില്ലായ്മ കാരണം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ വരാൻ പോകുന്ന പ്രതിസന്ധി. പോരാത്തതിന് വിദേശ നിക്ഷേപകർ നിർത്താതെ പണം പിൻവലിക്കുന്നു. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോ എന്താ സംഭവിച്ചത്? പണ്ടൊക്കെ മാർക്കറ്റ് വീഴുമ്പോ ബൈ ദ ഡിപ്പ് എന്നു പറഞ്ഞ് എല്ലാവരും വാങ്ങിക്കൂട്ടുമായിരുന്നു. എന്നാലിപ്പോ കളി മാറി. ഇപ്പോ സെൽ ദ റിപ്പാണ്. അതായത് മാർക്കറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്കും വിറ്റൊഴിവാക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ഇതൊരു ചെറിയ മാറ്റമല്ല, ചിന്താഗതിയിലുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റം തന്നെയാണ്. അപ്പോ ഇതാണ് ലോങ് ടേം ചിത്രം. കേട്ടിട്ട് പേടിയാവുന്നുണ്ടല്ലേ? ശരി, ഇനി നമുക്ക് ആ സൂം ലെൻസ് മാറ്റി ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാം. അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും? ഒരു ട്രേഡറുടെ ലോകത്തേക്ക് സ്വാഗതം. അവർക്ക് ഈ പേടിയൊന്നും ഒരു പ്രശ്നവുമല്ല. ഇതൊക്കെ അവർക്ക് പണമുണ്ടാക്കാനുള്ള അവസരങ്ങളാണ്. നോക്കൂ, ട്രേഡർമാരുടെ ലോകത്ത് മാസങ്ങളെക്കുറിച്ചോ വർഷങ്ങളെക്കുറിച്ചോ ആരും സംസാരിക്കില്ല. സംസാരം മുഴുവൻ ലെവലുകളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് നിഫ്റ്റി 23,630 മുകളിൽ ക്ലോസ് ചെയ്താൽ അവർ വാങ്ങും. അടുത്ത ടാർഗറ്റ് 23,880. നേരെ മറിച്ച് 23,550 താഴെ പോയാൽ അവർ വിൽക്കും. കളി അത്രയുള്ളൂ. കൃത്യമായ നമ്പറുകൾ, കൃത്യമായ പ്ലാൻ. ഇനി കളിയിലെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല്, മാർക്കറ്റ് താഴെ പോകുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഷോർട്ട് ചെയ്തിരിപ്പുണ്ട്. അവർക്ക് ഒരുതരം ഓവർ കോൺഫിഡൻസ് ആണ്. ഇനി മാർക്കറ്റ് അവർ വിചാരിച്ചതിന് എതിരായി ഒന്ന് മുകളിലോട്ട് പോയാലോ, അയ്യോ നഷ്ടം കൂടുമല്ലോ എന്ന് പേടിച്ച് ഇവരെല്ലാം വാങ്ങാൻ തുടങ്ങും. എല്ലാരും കൂടി ഒരുമിച്ച് വാങ്ങാൻ ഓടുമ്പോൾ മാർക്കറ്റ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകും. ഇതിനാണ് ഷോർട്ട് സ്ക്വീസ് എന്ന് പറയുന്നത്. ഒരു റാലിക്കുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോ ഒരു വശത്ത് ദീർഘകാല ഭയം, മറുവശത്ത് ഹ്രസ്വകാല അവസരം. ഇതിനിടയിലേക്ക് കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള ചില വൈൽഡ് കാർഡ് എൻട്രികൾ കൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അമേരിക്കയുടെ പലിശ നിരക്ക് തീരുമാനം. അത് നാളെ രാത്രി വരും. പിന്നെ ക്രൂഡ് ഓയിലിന്റെ വില. അത് $100 നിന്നാൽ നിഫ്റ്റി 21,000 വരെ പോകാമെന്നാണ് ചിലർ പറയുന്നത്. പോരാത്തതിന് നമ്മുടെ നാട്ടിലെ പെട്രോൾ ഡീസൽ വിലയുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനങ്ങളും. ഇതിൽ ഏത് വേണമെങ്കിലും മാർക്കറ്റിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിച്ചിടാം. അപ്പോ നമ്മൾ എന്തു ചെയ്യും? ഒരു വശത്ത് വലിയൊരു അപകട സാധ്യത, മറുവശത്ത് ചെറിയൊരു ട്രേഡിംഗ് അവസരം. ഈ രണ്ട് വ്യത്യസ്തമായ കഥകളെ നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ചു കൊണ്ടുപോകുക? ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. മാർക്കറ്റില് ഒരേ സമയം രണ്ട് കളികൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന്, ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ ദീർഘകാലത്തേക്ക് കളിക്കുന്ന ഇൻവെസ്റ്ററുടെ ഗെയിം. അവരുടെ ചോദ്യം 6 മാസം കഴിഞ്ഞ് മാർക്കറ്റ് എവിടെയായിരിക്കുമെന്നാണ്. 2, 2020 പോലെ വളരെ വേഗത്തിൽ കളിക്കുന്ന ട്രേഡറുടെ ഗെയിം.
അവർ ചോദിക്കുന്നത് അടുത്ത 6 മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്നാണ്. ഇതിൽ നിങ്ങൾ ഏത് കളിയാണ് കളിക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഈ 2 കാഴ്ചപ്പാടുകളും ഒരേ സമയം ശരിയാകാം. അതായത് ദീർഘകാലത്തേക്ക് ഒരു അപകടം പതിയിരിക്കുന്നുണ്ടാവാം, പക്ഷേ അതേസമയം തന്നെ അടുത്ത 2 ദിവസത്തേക്ക് ഒരു ട്രേഡിംഗ് അവസരവും ഉണ്ടാകാം. പ്രധാന കാര്യം ഇതാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് ചേർന്ന തന്ത്രം തിരഞ്ഞെടുക്കുക. അപ്പോ കൺഫ്യൂഷൻ നിറഞ്ഞ ഈ മാർക്കറ്റില് നിങ്ങൾ ഏത് ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത്? ദൂരേക്ക് നോക്കുന്ന ഇൻവെസ്റ്ററുടെ മുന്നറിയിപ്പോ, അതോ തൊട്ടടുത്തുള്ള അവസരം കാണുന്ന ട്രേഡറുടെ വിളിയോ? അടുത്ത തവണ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് ഈ ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഈ വിശകലനം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.